ഏത് മേഖലകളെയും പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മളെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയായാലും ഒരുപാട് കുട്ടികളും ഒരേ മനസ്സുപോലെ ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണോ നിങ്ങളിത് മുന്നോട്ട്? യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനെയും സൃഷ്ടാവ് ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവും കൃത്യമായിട്ട്. എല്ലാവരും പിന്നെ അവരുടേതായ ഡ്യൂട്ടികൾ ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിനോ ചെയ്യാനുണ്ടാവും. അല്ലാതെ ആരെയും വെറുതെ എന്ത് ചെയ്തിട്ടില്ല, പടക്കപ്പെട്ടിട്ടില്ല. വെറും ഒരു പുസ്തകം എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസം. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സ്കിൽ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഒരു വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ആയാലും എല്ലാം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൂടുതൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ എന്നും പോയിട്ട് ഒരു കോളേജിൽ പോവുക, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, അതൊന്നും ആർക്കും അത്ര കഴിയുന്നില്ല. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, SN യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ശ്രീനാരായണ, അപ്പോൾ ഇതിലൊക്കെയുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും അവർ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത്ര കാലത്തൊരു അറിവുണ്ടാവും, എന്നിരുന്നാൽ കൂടെ കുറേയൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. എന്നാലും ഒരു ടീച്ചറുടെ ഹെൽപ്പ് വേണമല്ലോ. ഒരു വീട്ടിൽ ഉള്ളതിനേക്കാൾ ഒരു അമ്മയെക്കാളും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത്. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ സ്കൂളിലാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് അധ്യാപനാണ്. ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും അതിൽ കൃത്യമായിട്ട് എങ്ങനെ സമൂഹത്തോട് പെരുമാറണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നോ ഒരു ജീവിത ശൈലി പഠിപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ ഓരോ മനുഷ്യരും ആർജിച്ചെടുക്കുന്നതിലൂടെ കൃത്യമായി നല്ലൊരു മനുഷ്യനാവാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വന്നിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മാനോടും ഉപ്പാനോടും പറയാത്ത കാര്യങ്ങൾ ഒരു അധ്യാപകരോട് വന്നിട്ട് സംസാരിക്കുന്ന കുട്ടികൾ. ഫാമിലി ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ AI സിസ്റ്റം ഒരുപാട് മുന്നിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ആ AI സിസ്റ്റത്തിനെ എങ്ങനെ ഈ ബ്രൈറ്റ് ലാബ് ലേണിംഗ് റിസർച്ച് ഹബിൽ ഉൾപ്പെടുത്തും? AI ഇൻറ്റഗ്രേറ്റഡ് വോയിസ് ട്രെയിനിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. അത് ക്ലാസ് റൂമുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. കഴിഞ്ഞ ദിവസം നമ്മളോട് കൂടി ഉണ്ടായിരുന്നത് ബ്രൈറ്റ് ലാബ് ലേണിംഗ് റിസർച്ച് ഹബിൻ്റെ 2 ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, റാഷിദ് ആൻഡ് റസീഖ് സാർ. ഇന്ന് നമ്മളോട് കൂടി അവരുടെ ബ്രൈറ്റ് ലാബിൻ്റെ അക്കാദമിക് ഡയറക്ടേഴ്സായിട്ടുള്ള 2 പേരാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് മുഹമ്മദ് സഫാൻ ഫൈലി, വീട് കൊടിഞ്ഞിയാണ്, ചമ്മാട് അടുത്ത്. ദീർഘകാലമായിട്ട് ട്രെയിനിങ് മേഖലയിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. വ്യത്യസ്തമായ മേഖലകളിൽ സജീവമാകുന്നതോടുകൂടി തന്നെ ബ്രൈറ്റ് ലാബ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഹബിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് യൂനുസ് PM, ബ്രൈറ്റ് ലാബിൻ്റെ അക്കാദമിക് ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ കുറേ കാലമായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ കൂടെയാണ്. കഴിഞ്ഞ ദിവസം റാഷിദ് സാറും ജസീഖ് സാറും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ് എന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കേഷൻ എന്ന് മാത്രമല്ല, അതിനപ്പുറം സാംസ്കാരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി അവനെ ഏത് മേഖലകളിലും പുരോഗതി ഉണ്ടാക്കുന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവന് സമൂഹത്തിൽ നല്ല ബ്രാൻഡാവാൻ കഴിയുന്നു. മാത്രമല്ല സാംസ്കാരികമായി അവനൊരു ഉന്നതി ഉണ്ടാവുന്നു. സാമൂഹികമായ ആളുകൾക്കിടയിൽ ഒരു വാല്യബിളായ മനുഷ്യനാവുന്നു. മാത്രമല്ല കുടുംബത്തിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആ വിദ്യാഭ്യാസം കൊണ്ട് അവനുണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ ഏത് മേഖലകളെയും പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് പോലെ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്നാണ് നമ്മൾ പറയുക. ഏറ്റവും നല്ല ആയുധമാണ് വിദ്യാഭ്യാസം. അതിനെ ഏറ്റവും മനോഹരമായിട്ട് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാ മേഖലയും പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിൽ ആർജിച്ചെടുക്കുക എന്നതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് കൃത്യമായിട്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ ശരിക്ക് നമ്മൾ കുറേ ആയിട്ട് കേട്ട് വരുന്ന ഒരു സംഭവമാണ് ഈസ് എ പ്രോസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് എ ലിറ്റിൽ ബാർബാരിയൻ ടു എ ജെന്റിൽ ഇൻ്റലിജൻറ്റ്. ശരിക്കും ഒരു അപരിഷ്കൃതരായിട്ടുള്ള ഒരു സമൂഹത്തെ പരിഷ്കൃതരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകം എടുത്ത് വായിക്കുക അല്ലെങ്കിൽ അത് പഠിക്കുക, അതിൽ ഒതുങ്ങി പോവുക
ഇതൊന്നും അല്ല വിദ്യാഭ്യാസം. നമ്മൾ ലൈഫ് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാൻ ഒരു കുട്ടിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. വെറും ഒരു പുസ്തകം എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസം. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സ്കിൽ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഒരു വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ പറയാറുണ്ട്, പിന്നെ വലിയ വലിയ സമ്പന്നരായ ആളുകളൊക്കെ 6ാം ക്ലാസ് അല്ലേ, MA യൂസുഫ് അലി 6ാം ക്ലാസ് വരെ പഠിച്ച ആളല്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ നമ്മൾ അവരുടെയൊക്കെ വളർച്ച നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പിന്നിൽ ഏറ്റവും ടോപ്പായിട്ട് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു ടീം അവർക്കില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ഡെവലപ്പ് ആവാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സുകാരാണെങ്കിലും അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾ ഉയർന്നു വന്നാലും അവരുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷനുള്ള ഏത് ഫീൽഡിലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ അവർക്കൊരു ടീമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ടീമാണ് സത്യത്തിൽ ഓരോ ബിസിനസ്സുകാരൻ്റെയും വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു നോർമലൈസ് ആയിട്ട് പിന്നെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരും വളർന്നു വരുന്നുണ്ടല്ലോ, സ്കില്ലാണ് വേണ്ടത് എന്ന് മാത്രം നമ്മൾ പറയുന്നത് സത്യത്തിൽ ഒരു പിന്നെ ആളുകളെ പറ്റിക്കുന്നൊരു പരിപാടിയാണ്. സത്യത്തിൽ അവരൊരു ടീമാണ്. എഡ്യൂക്കേഷൻ്റെ ഒരു ടീം ഉണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസം പിന്നെ ഏതു കാര്യത്തിൻ്റെയും പുരോഗതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ബ്രൈറ്റ് ലാബ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഹബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേവലം ഒരു ട്യൂഷൻ സെൻറ്ററിനപ്പുറം ഒരു ഡൈനാമിക് പിന്നെ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ഞങ്ങളുടെ ഈ ഒരു അക്കാദമി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഹബ്ബ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സ്കില്ലുണ്ടാവണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, സാംസ്കാരികമായി ഉയർത്തപ്പെട്ടവരാവണം, സാമ്പത്തികമായി വളർച്ചയുണ്ടാവണം, എല്ലാ മേഖലകളിലും ഒരു സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടീമിനെ സത്യത്തിൽ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മോറൽ വാല്യൂസ് അതൊക്കെ ഒരു നിലയ്ക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഗ്രേഡിൽ നിൽക്കുന്ന കുട്ടികളെ അവരെയും കൺസിഡർ ചെയ്ത് അതിനും അപ്പുറമായിട്ട് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുകയാണ് സ്കൂളിൽ നിന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഒരു ഇംഗ്ലീഷ് സ്പീച്ചിന് അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടി, പിന്നെ ആ കുട്ടി 10th എത്തുന്നത് വരെ ആ കുട്ടിക്ക് മാത്രമേ അവസരം കിട്ടുള്ളൂ, ആ ഒരു അവസ്ഥ. അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുട്ടിക്ക് എന്ത് പ്രശ്നം പറ്റുമോ അതൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബ്രൈറ്റ് ലാബ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. നിങ്ങൾ 4 പേരും കൂടെ കൂടുന്ന സമയത്ത്, കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ആശയങ്ങളാണ് വരുന്നത്. അത് നിങ്ങൾ അത് എത്തരത്തിലേക്കുള്ള ഒരു പ്രചോദനമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതായത് നമ്മൾ 4 പേരും ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 4 പേരും 4 മൈൻഡ് സെറ്റ് ആയിരിക്കും. മനുഷ്യരാരൊക്കെ ഉണ്ടോ അവരൊക്കെ അവരുടേതായ മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം പറയുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ടീമാവുമ്പോഴുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് തിരുത്തി തരാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾ പലതും പല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് 25 ആണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് 25 കൂട്ടിയാൽ തന്നെ 100 yearsന്റെ എക്സ്പീരിയൻസ് ആണ്. അത് ത്രൂ ആണ് നമ്മളൊരു കാര്യം ഉണ്ടാക്കുന്നത്. അതാണ് ആ സിനർജിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഓരോ പുതിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഓരോ ഐഡിയകൾ നമ്മളിനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള സാധനമൊക്കെ പറയുന്ന സമയത്ത് 4 ആളും കൂടെ അതൊന്ന് തീരുമാനിച്ച് പറയാന്ന് പറയുമ്പോൾ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ പുതിയതായിട്ട് വരും. ഒരു പ്രൊജക്റ്റ് തന്നെ ചിലപ്പോൾ വ്യത്യസ്തമായ ആശയങ്ങൾ പുതിയതായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ 4 ആളായി നിൽക്കുമ്പോൾ ഒരു മാഗ്നറ്റ് പോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ ഇരുമ്പിനെ ആകർഷിക്കുമല്ലോ എന്നതുപോലെ അത് നമ്മളിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞങ്ങളുടെ മാഗ്നറ്റിക് സിനർജി തന്നെയാണ് ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ഒരു സ്പിരിറ്റും പവറും. അത് മാത്രമേ. ഓക്കെ, കഴിഞ്ഞ ദിവസം റാഷിദ് സാറ് സംസാരിച്ചതിൽ വിങ്സ് ഓഫ് വാല്യൂസ്, അതുപോലെ മഹൽ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും വ്യത്യസ്തതരായിട്ടുള്ള പദ്ധതികൾ നിങ്ങൾ ഇനിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? നമ്മുടെ ഇത് ബ്രൈറ്റ് ലാബിൻ്റെ മറ്റൊരു പ്രൊജക്റ്റാണ് ഹിദായ എന്ന് പറയുന്നത്. മദ്രസ വിദ്യാഭ്യാസത്തിനെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ട് തന്നെ നല്ലൊരു വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ സാറിപ്പോൾ ഈ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിനെ ഭയങ്കര ചൂഷണം ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്
മതപരമായ ഏത് മേഖല, ഒരു മനുഷ്യൻ്റെ ഏത് മേഖലകളിലും അവൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അവൻ്റെ മതമുണ്ടാവും. അതെ. കുടുംബമാവട്ടെ, സമൂഹമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ബിസിനസ് ആവട്ടെ, അവൻ്റെ ഏത് മേഖലകളിലും അവൻ്റെ മതമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണ്, പിന്നെ ഇസ്ലാമിന് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കളവ് പാടില്ല, വഞ്ചന ചെയ്യാൻ പാടില്ല, അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്താൻ പാടില്ല, അമിതമായ ലാഭം നിങ്ങൾ എടുക്കരുത്. ഇങ്ങനെയുള്ള കൃത്യമായ വാല്യൂസുകൾ ബിസിനസ്സിൽ വരെ മതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, കുടുംബത്തിൽ പോവുകയാണ്, കുടുംബത്തിൽ ചില വാല്യൂസുകളുണ്ട്, അതൊക്കെ മതമാണ്. അപ്പോൾ ഓരോ മനുഷ്യനും ഇടപെടുന്ന ഏത് മേഖലയുണ്ടോ ആ മേഖലകളിലൊക്കെ അവന് വാല്യൂസുകൾ പഠിപ്പിക്കുക എന്നതാണ് കൃത്യമായിട്ട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ മതം മുന്നോട്ട് വെക്കുന്നത്. ഏത് മതങ്ങളാണെങ്കിലും മുന്നോട്ട് വെക്കുന്നത് ആ മതത്തിനെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു യാചകൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മോടൊരു എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് വാല്യുബിളായ അല്ലെങ്കിൽ മതം കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്കാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് വരും, അമ്മസ ഇല ഫലാ തൻഹർ, നിങ്ങൾ ചോദിച്ചു വരുന്നവൻ ആട്ടിയോടിക്കരുത് എന്ന പരിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്താണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളെ അങ്ങനെ കാണാൻ പഠിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സത്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹിദായ എന്ന് പറയുന്ന മതവിദ്യാഭ്യാസത്തെ കൃത്യമായിട്ട് ഓരോ മനുഷ്യനിലേക്കും കൊടുക്കുകയും വാല്യുബിളായ മനുഷ്യന്മാരെ, കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ ബ്രൈറ്റ് ലാബിൻ്റെ ഹിദായ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പല കോഴ്സുകളാണെന്നുണ്ടെങ്കിലും അതൊരു ടൈം ഡ്യൂറേറ്റഡ് ആയിട്ടായിരിക്കും, കുറച്ച് സമയത്തിന് എന്നുള്ളൊരു സംഭവം ഉണ്ടാകും. പക്ഷേ ഇത് നമ്മുടെ എൻറ്റയർലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയല്ല. നമ്മൾ എത്ര വർഷം ഇവിടെ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് ആവശ്യമുള്ള, എത്രയോ കാലത്തേക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർ ലൈഫിലും നമുക്ക് ഒരിക്കലും ഇതില്ലാതെ നമുക്ക് കഴിയില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഹിദായ എന്നുള്ളത്. ഞങ്ങളുടെ മറ്റൊരു പ്രൊജക്റ്റാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്. പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവരെ ഏതെല്ലാം മേഖലയിൽ അവർക്കൊരു സ്കില്ലുണ്ടാവും, ആ സ്കില്ലിൽ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഏതിലാണ് അവർക്ക് താല്പര്യമുള്ളത് ആ മേഖലയെ കൃത്യമായി നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇപ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരോടും കൂടി മരത്തിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കഴിയില്ല. അപ്പോൾ അതിൽ സ്കില്ലഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന് കഴിയുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ പറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിളികൾക്ക് പറക്കാൻ കഴിയും. എന്നതുപോലെ പറക്കാൻ കഴിയുന്നവരെ പറക്കാനും, മരം കയറാൻ കഴിയുന്നവരെ മരം കയറാനും, നീന്താൻ കഴിയുന്നവരെ നീന്താനും, ഇതാണ് നമ്മൾ ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കിക്കൊണ്ട് അതെ 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 അങ്ങനെ തന്നെയാണ്. അതിലൂടെ നല്ലൊരു തലമുറയെ നമുക്ക്, അതായത് ആരും പിന്നോട്ടല്ല, ആരും ബാക്കോട്ടല്ല. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുക, നമ്മളെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയായാലും ഒരുപാട് കുട്ടികളും ഒരേ മനസ്സുപോലെ ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണോ നിങ്ങളിത് മുന്നോട്ട്? യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനെയും സൃഷ്ടാവ് ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവും കൃത്യമായിട്ട്. എല്ലാവരും അവരുടേതായ ഡ്യൂട്ടികൾ ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിനോ ചെയ്യാനുണ്ടാവും. അല്ലാതെ ആരെയും വെറുതെ എന്ത് ചെയ്തിട്ടില്ല, പടക്കപ്പെട്ടിട്ടില്ല. സാറ് പ്രപഞ്ചത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരു സിൻഡ്രോം വന്നതിന് ശേഷം ഒരു വിരല് മാത്രം അത് വെച്ചിട്ടാണ് ഇത്രയും വലിയ സയന്റിസ്റ്റ്, ലോകം കണ്ട സയന്റിസ്റ്റില് ആ ഒരു ബ്രെയിനും ആളുടെ ഒരു ചെറിയ വിരൽ വെച്ചിട്ടാണ് മൂപ്പര് കണ്ട കോൺട്രിബ്യൂഷൻസ് ലോകത്തിന് കൊടുത്തത്. അപ്പൊ അതാ ഓരോ ചെറിയ സാധനങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കില്ല് ഉണ്ടാവും, അവരുടെ പങ്ക് ഈ സമൂഹത്തിന് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ആ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ സ്കില്ലുകളെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെ അവരും ജീവിതത്തിൽ വിജയിക്കുന്നു, അവരെ കൊണ്ടുള്ള ആ സ്കില്ല് കൊണ്ട് സമൂഹവും വിജയിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. നിങ്ങളിപ്പോൾ ഈ വിചാരിച്ചിട്ടുള്ള ഈ പദ്ധതി, ഇപ്പോൾ ഈ വളർന്നു വരുന്ന തലമുറ, ഇപ്പോൾ AI സിസ്റ്റം ഒരുപാട് മുന്നിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ആ AI സിസ്റ്റത്തിനെ എങ്ങനെ ഈ ബ്രൈറ്റ് ലാബ് ലേണിംഗ് റിസർച്ച് ഹബിൽ
ഉൾപ്പെടുത്തും? പ്രധാനമായിട്ടും ഇപ്പൊ നമ്മുടെ റീബ്രാൻഡിങ്ങിന് ശേഷം AI ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് ഈ ഒരു സമയത്ത്. ശാസ്ത്രം തെളിയിച്ച. അതെ. അപ്പൊ പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ AI ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ബ്രൈറ്റ് ലാബ് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇപ്പോഴത്തെ മക്കളെ നമുക്ക് അറിയാലോ, നമ്മളൊക്കെ പല കാര്യങ്ങളും കുട്ടികളോട് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ലെവലിലുള്ള ഒരു സ്റ്റുഡൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ടീച്ചേഴ്സിന് അതിനനുസരിച്ചുള്ള AI നന്നായി കൈകാര്യം ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ അതിന്റെ പ്രോംപ്റ്റ് വെച്ചിട്ട് ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവാണ്. അപ്പോൾ AI ടൂളുകൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അത് ടീച്ചേഴ്സ് പ്ലസ് സ്റ്റുഡൻസിന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന കോഴ്സുകൾ നമ്മുടെ അടുത്തുണ്ട്. അത് കൂടാതെ നമുക്കിപ്പോൾ പ്രോംപ്റ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, HR മാനേജ്മെന്റ് കോഴ്സ് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കോഴ്സുകൾ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ കോഴ്സുകൾ. അപ്പം അതൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്ന കാലത്ത് നിന്ന് മാറിയിട്ട് ഇനി കുറേ കാലത്തിന് ട്രെൻഡ് എനിക്ക് തോന്നുന്നില്ല ഇത് ഔട്ട്ഡേറ്റ് ആവുന്നു. അതായത് AI പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അതൊരിക്കലും നിൽക്കില്ല. അപ്പോൾ അതിങ്ങനെ മാറി മാറി വരിക. അതിനനുസരിച്ചിട്ട് നമ്മളും മസ്റ്റായിട്ട് മാറ്റുണ്ട്. അതെ, എല്ലാവിധ കോഴ്സുകളും നമ്മൾ AI റിലേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു കാലത്ത് തന്നെ ഇപ്പോൾ ഓൺലൈൻ ആയാലും എല്ലാം, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൂടുതൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ എന്നും പോയിട്ട് ഒരു കോളേജിൽ പോവുക, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, അതൊന്നും ആർക്കും അത്ര കഴിയുന്നില്ല. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, SN യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ശ്രീനാരായണ, അപ്പോൾ ഇതിലൊക്കെ ഉള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും അവർ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത്ര കാലത്തൊരു അറിവുണ്ടാവും, എന്നിരുന്നാൽ കൂടെ കുറേയൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. എന്നാലും ഒരു ടീച്ചറുടെ ഹെൽപ്പ് വേണമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച ഒരാൾ കൂടെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടീച്ചർ ഇല്ലാത്തതിൻ്റെ ഒരു കഷ്ടപ്പാട് ഞാൻ നല്ല അനുഭവിച്ചതാണ്. അപ്പോൾ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു മാറ്റം വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സൈക്കോളജിയുടെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റൻ്റ് ആയി പഠിക്കുന്നവർക്കൊക്കെ ഹെൽപ്പായിട്ട് ഇവിടെ എന്താ പറയുക, ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ് ലാബ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഹബിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രൊജക്റ്റാണ് ഇത്ഖാൻ എന്ന് പറയുന്നത്. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതാണ്. അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നൊരു കാലത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതിനെ കൃത്യമായി എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുക മാത്രമല്ല, അതിന് പരിശുദ്ധ പിന്നെ ഏത് ഗ്രന്ഥമാണെങ്കിലും അതിനൊരു നിയമങ്ങളുണ്ടാവും. എങ്ങനെ വായിക്കണം, എങ്ങനെ പാരായണം ചെയ്യണം, ആ രീതിയിൽ പരിശുദ്ധ ഖുർആനിന് തജ്വീദ് എന്ന് പറയുന്ന കൃത്യമായിട്ട് പാരായണ ശൈലിയുണ്ട്, നിയമവശങ്ങളുണ്ട്. അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ആർക്കും പഠിക്കാൻ കഴിയുന്ന രീതിയിൽ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പഠിക്കാൻ കഴിയുന്ന രീതിയിൽ പിന്നെ ഒരു പ്രൊജക്റ്റ്, അതായത് തജ്വീദ് പഠിക്കാം, പാരായണ ശൈലി പഠിക്കാം, അതുപോലെ തന്നെ നന്നായിട്ട് പാരായണം ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി കമ്മ്യൂണിറ്റിയിൽ വളർത്തിക്കൊണ്ടുവരാൻ, പാരായണത്തെ പരിശുദ്ധ ഖുർആനിനെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഇത്ഖാൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഒരു പിന്നെ എന്താ പറയുക, കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ പിന്നെ കമ്മ്യൂണിറ്റിയുടെ ഒരു മതപരമായ ഒരു വാല്യൂസാണ് അതൊക്കെ ഉണ്ടാകുന്നതിലൂടെ യഥാർത്ഥ മതത്തെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം, കൃത്യമായിട്ട് മതം പഠിക്കാത്തതിൻ്റെ പേരിലാണ് തീവ്രവാദങ്ങളും അല്ലെങ്കിൽ തീവ്ര ചിന്തകളും കടന്നു വരുന്നത്. ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനാവട്ടെ, ഏതോ ആ മതത്തിൽ കൃത്യമായിട്ട് പഠിച്ച്, ആ മതത്തിലെ വാല്യൂസുകളെ പഠിച്ച്, അവരുടെ ഗ്രന്ഥങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു വാല്യൂസ് ഉണ്ടാവും. ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും അതിൽ കൃത്യമായിട്ട് എങ്ങനെ സമൂഹത്തോട് പെരുമാറണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നോ ഒരു ജീവിത ശൈലി പഠിപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ ഓരോ മനുഷ്യരും ആർജിച്ചെടുക്കുന്നതിലൂടെ കൃത്യമായി നല്ലൊരു മനുഷ്യനാവാണ് ചെയ്യുന്നത്. അതെ, ഒരു മതവും എന്തിനു പഠിപ്പിക്കുന്നില്ല, തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ഇല്ല, തീവ്രവാദം പഠിപ്പിക്കുന്നത് മാത്രമല്ല, തീവ്രമായ ചിന്തകളെ പഠിപ്പിക്കുന്നില്ല. തീവ്രമായ ചിന്തകളല്ല പഠിപ്പിക്കുന്നത്, മനുഷ്യനെ സ്നേഹിക്കാനും സമൂഹത്തോട് നല്ല രീതിയിൽ പെരുമാറാനാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായിട്ട് എത്തിക്കുന്നതിലൂടെ നല്ലൊരു മനുഷ്യരെ, നല്ലൊരു സമൂഹത്തെ, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഖുർആൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ട് പാടുക അതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വായിക്കുക,
അപ്പൊ നമുക്കൊരു പാഠപുസ്തകം ഇരുന്ന് വായിക്കാം, അതല്ല, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാം, അതല്ല ഖുർആനിന് അതിൻ്റെതായിട്ടുള്ള ഓരോ ആശയങ്ങൾ അതെ അതെ. ഉൾക്കൊണ്ടുകൊണ്ട് അപ്പൊ അതിനനുസരിച്ച് ഓതുക, അങ്ങനെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നിസ്കാരങ്ങൾ റെഡിയാവുക. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാലും തജ്വീദ് അനുസരിച്ച് ഇത് ഓതണം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ഖുർആന് തജ്വീദ് അനുസരിച്ച് ഓതുക എന്നുള്ളത്. അപ്പോൾ ഇത്ഖാൻ എന്നുള്ള ഈ ഒരു കോഴ്സ് എന്തുകൊണ്ടും ഒരു മുസ്ലിമിനെ വളരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു പ്രൊജക്ട് മുന്നിൽ വെച്ചത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ കുട്ടികളെ കുറിച്ചും അധ്യാപകരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ വീട്ടിലുള്ള പേരൻസ് ഉണ്ട്. അപ്പൊ അവരെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? അവരെ ട്രീറ്റ് ചെയ്യാൻ ഇപ്പോൾ ഞങ്ങളുടെ ഹോം ഹാർമണി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അത് കൃത്യമായി ഇപ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ നമ്മൾ എത്ര കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്താലും, അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായാലും മദ്രസകളിൽ നിന്നാണെങ്കിലും വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അതിനെക്കുറിച്ചൊക്കെ സൈക്കോളജിക്കലായിട്ടും മറ്റു മേഖലകളൊക്കെ എങ്ങനെയൊക്കെയാണോ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുക, ആ രീതിയിലൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലും വീടുകളിലുള്ള സാഹചര്യം ചേഞ്ച് ചെയ്യാത്ത കാലത്തോളം അതൊന്നും എന്താവില്ല, കുട്ടികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രതിഫലിക്കൂല. അപ്പോൾ വീടും വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയില്ലേ, ഉമ്മയാണ് ഒരു ആദ്യ മദ്രസ, ഒരു കുട്ടിയുടെ ആദ്യ മദ്രസ ഉമ്മയാണ്. അവിടെ നിന്ന് ശരിയായി വരണം. അപ്പോൾ കൃത്യമായി വീടുകൾ ചേഞ്ച് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ കുടുംബം നന്നാവുന്നതിലൂടെ, കുടുംബത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം മാറുന്നതിലൂടെ, അവരുടെ സംസ്കാരം മാറുന്നതിലൂടെ നമുക്ക് പുതിയൊരു തലമുറയെയാണ് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഹോം ഹാർമണി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ മുന്നിൽ വെച്ചത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളെ ഉമ്മയിൽ നിന്നാണ് കണ്ടുപഠിക്കുക, ഉപ്പയിൽ നിന്നാണ് കണ്ടുപഠിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉമ്മ വന്നിട്ട് ഒരു കുട്ടിയോട് ഒരു വീടിൻ്റെ കോളിംഗ് ബെല്ല് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഉമ്മ വന്നിട്ടൊന്ന് ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് കുട്ടിയോട് പറയും, ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞാൾ എന്ന് പറയും. അങ്ങനെ സ്വാഭാവികമാണ്. ആരുമില്ലാന്ന് പറയുമ്പോൾ കുട്ടീൻ്റെ ഉള്ളിൽ, ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്തായിരിക്കും, ഇവിടെ ആളുണ്ടല്ലോ, ഇവിടെ ഉമ്മ ഉണ്ടല്ലോ. എന്നാൽ ഒന്നും കൂടി അപ്ഡേറ്റ് ആയ കുട്ടിയാണ് ചോദിക്കും, ഇവിടെ നമ്മളില്ല ഉമ്മ എന്ന് ചോദിക്കും. അപ്പോൾ ചില ഉമ്മമാരെന്താ പറയുക, ഞാൻ പറഞ്ഞാണ്ട് കേട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും ആ ഒരു കൽപ്പന അനുസരിച്ചുകൊണ്ട് പോയിട്ട് എന്ത് പറയും, ഇവിടെ ആളില്ല എന്ന് പറയും. പക്ഷെ അവിടെ ഒരു വാല്യൂ നമ്മൾ തകർക്കുകയാണ് കുട്ടിയോട്. അതായത് കുട്ടിയുടെ ഉള്ളിൽ സത്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ നമ്മൾ കളവിലേക്ക് നയിക്കുന്ന അതായത് ഉമ്മ തന്നെ കളവ് പറയാൻ പഠിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ വീടുകളിലുള്ള ഓരോ വാക്കുകളും, ഉമ്മയുടെ ഓരോ വാക്കുകളും ഉപ്പയുടെ ഓരോ വാക്കുകളൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ കുട്ടികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സമാധാനപരമായ, സാംസ്കാരികപരമായ ഒരു അന്തരീക്ഷത്തെ വീടുകളിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളൊരു ഹോം ഹാർമണി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് മുന്നിൽ വെച്ചത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഫാമിലി, ഇപ്പോൾ കുട്ടികളെ നിങ്ങൾ ചോദിച്ചത് തന്നെ അങ്ങനെയാണല്ലോ, പാരൻസിന് എന്താണുള്ളത് എന്ന്. പ്രധാനമായിട്ടും പാരൻസിന് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളെ നമ്മൾ അസസ്മെന്റ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളെ. അപ്പോൾ ചില വീടുകളിൽ ചിലപ്പോൾ ഉമ്മയും വാപ്പയൊക്കെ തമ്മിൽ എന്നും അടിയായിരിക്കും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു കുട്ടിക്ക് നമ്മളിവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് കുട്ടിയോട് പറയാം, നീ പഠിക്കുന്നത് എന്താ ശരിയാവാത്ത, അങ്ങനെ ആയാൽ ഒന്നും നടക്കൂല. അപ്പോൾ നമ്മൾ പാരൻസിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ വീട്ടിലെ സാഹചര്യം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു ലെവലിൽ ഫാമിലി ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ആകുമ്പോൾ ഇപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികളെ പഠനത്തിന് നല്ല ബാധിക്കും. ചെറിയ മക്കളാവുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ അവരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ രൂപപ്പെടുന്ന പ്രായമാണ് ഇപ്പോഴത്തെ കാലത്ത്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വന്നിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മാനോടും ഉപ്പാനോടും പറയാത്ത കാര്യങ്ങൾ ഒരു അധ്യാപകരോട് വന്നിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. കാരണം അതാ വീട്ടിൽ നിന്നുള്ള പ്രഷർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അധ്യാപകരെടുത്ത് വന്നിട്ട് ഇങ്ങനെ. കുട്ടികള് രക്ഷിതാക്കളോട് ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ടാണ്. ആരാണോ ഫ്രണ്ട്, അല്ലെങ്കിൽ ആരോടാണോ അവർക്ക് ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതും ആ പേരൻസിനും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് പുതിയൊരു
എക്സാക്ട്ലി, അതില്ലാതെ നമുക്ക് നടക്കില്ല. അത് പ്രധാനമാണ്. ഇപ്പോൾ ഈ സ്നേഹത്തിന്റെ കാര്യം, ഇപ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത് ആര് തരുന്നു അവരെ തേടി കുട്ടികൾ പോകും. അപ്പോൾ ഇപ്പോൾ 15 വയസ്സുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ദൂരെയുള്ള ആളുകളെ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ആളെ പോയി കാണാൻ പോകുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാരന്റ്സ് ഫെയിൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഫെയിൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ബ്രൈറ്റ് ലാബിന്റെ പ്രസക്തി വരുന്നത്. നമ്മൾ ഒരാളെ ഒഴിവാക്കിയിട്ടല്ല, തുടക്കത്തിലേ പറഞ്ഞു നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറല്ല, ഒരു സ്റ്റുഡൻ്റ് അല്ല, ഒരു രക്ഷിതാവല്ല, എൻ്റെ ആളുകളാണ് ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അതിന് വേണ്ടിയാണ് ബ്രൈറ്റ് ലാബ് ഗ്രാസ് റൂട്ട് മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഫാമിലിയുടെ വിഷയം തന്നെ പറയുമ്പോൾ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇരുന്ന് റീല് കാണുമായിരിക്കും. ഇപ്പോൾ കുട്ടിയോട് എന്നിട്ട് നമ്മളിരുന്ന് പറയാ പഠിക്കുന്നു. കുട്ടി കണ്ടു വളരുന്നത് ഉമ്മയും ഉപ്പയും ബുക്ക് വായിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടി പോയിരുന്ന റീല് കാണില്ല, അതെ, കുട്ടി പുസ്തകം വായിക്കും. ഇത് പാരന്റ്സ് ഇങ്ങനെ കുട്ടിയെ തള്ളി ബുക്ക് പഠിക്ക് ഇവരിവിടെ ഇരുന്ന് റീല് അതായത് കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രാവർത്തികമാക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ ഒരു കുട്ടി വളരെയേറെ പഠനത്തിൽ പിന്നോക്കം പോകുന്നൊരു കുട്ടി, നേരെ പറഞ്ഞാൽ കുട്ടിയുടെ 3ാം ക്ലാസ്സിലത്തെ മാർക്കൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെയേറെ മുന്നിലാണ്. പക്ഷെ 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ കുട്ടി വളരെ പിന്നിലാണ്. അപ്പോൾ രക്ഷിതാക്കളുടെ മീറ്റിങ്ങിന് ഞാൻ അവരുടെ ഉമ്മയോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ആ ഉമ്മ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അതായത് ആ കുട്ടിയുടെ ഉപ്പ വീട്ടിൻ്റെ അകത്തളത്തിൽ വെച്ചിട്ട് ലഹരി കഴിക്കും, വീട്ടിലേക്ക് കൊണ്ടുവരും, വീട്ടിലേക്ക് പിന്നെ മദ്യം കൊണ്ടുവന്ന് അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒഴിച്ച് കുടിക്കുകയാണ്. ഇത് കണ്ടു വളരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികമായ സ്ഥിതി എന്തായിരിക്കും? അതായത് പിന്നെ ഉപ്പയിൽ നിന്ന് ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഉപ്പ മദ്യപിച്ചതിന് ശേഷം കുട്ടികളെ അടിക്കുന്നു, ഉമ്മയെ അടിക്കുന്നു. ഇത് കണ്ടു വളരുന്ന കുട്ടിയുടെ പഠനത്തിൽ എത്രത്തോളം നമുക്ക് പുരോഗതി കൊണ്ടുവരാൻ കഴിയും? വളരെയേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് വളരെയേറെ സമൂഹത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഒക്കെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്, അതൊക്കെ കുടുംബത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്, പുറത്തുനിന്ന് അടിക്കുക, പുറത്തുനിന്ന് കള്ള് കുടിച്ച് വീട്ടിലേക്ക് വരുന്നതിനപ്പുറം വീടിൻ്റെ അകത്ത് വന്നിട്ട് മദ്യം കഴിക്കാനും ലഹരി ഉപയോഗിക്കാനും ശ്രമിക്കുന്നതിലൂടെ ഒരു സമൂഹത്തിൻ്റെ സത്യത്തിൽ അരാജകത്വത്തിലേക്കാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതിനെ സത്യത്തിൽ അപ്പോൾ കുടുംബം വളരെ മാറേണ്ടതുണ്ട്. പിതാവ് അല്ലെങ്കിൽ മാതാവ്, ഉമ്മയും ഉപ്പയൊക്കെ മാറുന്നതിലൂടെ സാംസ്കാരികമായൊരു തലമുറയെ സത്യത്തിൽ നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സത്യത്തിൽ ഹോം ഹാർമണി എന്ന് പറയുന്നത്. അതെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് മുതലായ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക്. മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് എതിരെ നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് മൊത്തത്തിൽ കുട്ടികളിൽ കാണുന്നത്. കുടുംബം എന്ന് പറയുന്നത് സത്യത്തിൽ അരാജകത്വത്തെ ഇല്ലാതാക്കുന്നൊരു സാധനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക പോലെയുള്ള സോംബിയോ സിറ്റി എന്ന് പറയുന്നത് പിന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട സിറ്റിയാണ്. പക്ഷെ ആ സിറ്റിയുടെ പ്രത്യേകത എന്താ? ആളുകൾ അതിനെ പ്രചരിപ്പിക്കുന്നത് ലഹരിക്കടിമപ്പെട്ട മനുഷ്യർ മാത്രം ജീവിക്കുന്ന ഒരു സിറ്റി ആയിട്ടാണ്. ആ സിറ്റി അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്തുകൊണ്ട് ആരാണ് പിതാവെന്നറിയില്ല, ആരാണ് മാതാവെന്നറിയില്ല, ആർക്കും ആരോടും ബന്ധം സ്ഥാപിക്കാം, ആരോടും പിന്നെ ലൈംഗികമായിട്ടോ മറ്റു മാർഗത്തിൽ ഇടപെടാം. ആ രീതിയിൽ ഉണ്ടാകുമ്പോൾ കുട്ടികളുണ്ടാകുന്നു, ഉമ്മയും ഉപ്പയും ഇല്ലാത്ത കുട്ടികളുണ്ടാകുന്നു. അതിലൂടെ ഒരു സമൂഹ സത്യത്തിൽ അരാജകത്വത്തിലേക്ക് പോവാണ്. ഈ കുട്ടി ജനിക്കുന്നതിലൂടെ, ഈ കുട്ടി ജനിച്ച് സമൂഹത്തിലേക്ക് വരുന്നതിലൂടെ അവൻ കുടുംബത്തിനുള്ളിൽ അവൻ മോശക്കാരനാകുന്നു, അവൻ സ്കൂളുകളിൽ മോശക്കാരനാവുന്നു. ഈ രീതിയിൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ചിന്തിക്കും, എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്, എനിക്ക് പിന്നെ കുടുംബമില്ല, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവിടെയാണ് പ്രശ്നം. ആരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല, അവനെ നിയന്ത്രിക്കാൻ ആളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ലഹരിക്കടിമപ്പെടുന്നു. എവിടെ നിന്നാണോ സ്നേഹം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചനാപരമായ സ്നേഹം. ഇപ്പത്തെ സമൂഹത്തിലെ കുട്ടികൾ അങ്ങനെയാണ്. എവിടുന്നാണോ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നത്, സത്യത്തിൽ ഫോൺ കൊടുത്തിട്ട് വരെ വശീകരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ വീട്ടിൽ ഫോൺ കൊടുക്കാത്തൊരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന് ഫോൺ കൊടുത്ത് അവന് വീഡിയോസ് കാണിച്ചു കൊടുത്താൽ അവന് ഈ ഒരാളോട് ഒരു കമ്മിറ്റ്മെന്റ് വരികയാണ്. അയാൾ നല്ല ആളാണ്, അയാൾ ഇന്ന നല്ല സ്നേഹമുള്ള ഒരാളാണ്, അപ്പോൾ അയാൾ പറയുന്നത് കേട്ടാൽ
ഒന്നും കൂടി നല്ലതാണ് എന്നൊരു കൺസെപ്റ്റില്ല, അയാൾ അനുസരിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ അതിലൂടെ പല പിന്നെ മോശത്തരങ്ങളിലേക്കും മദ്യപാനത്തിലേക്കും ലഹരിക്കും ഒക്കെ നമ്മുടെ കുട്ടികൾ അടിമപ്പെടുന്നു. അതിലൂടെ സമൂഹം തന്നെ നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ കുടുംബം ഉണ്ടാകുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമാണ് ഉണ്ടാകുന്നത്. ഇപ്പം എനിക്കൊരു ഭാര്യ ഉണ്ട്, ആ ഭാര്യയെ ഞാൻ നോക്കണം, എൻ്റെ മക്കളെ എനിക്ക് നോക്കണം, അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കണം. അത് എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണ് എൻ്റെ കുടുംബത്തിനോടുള്ള. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾക്ക് എന്നോടുണ്ട്. എൻ്റെ ഉപ്പ എന്നെ നോക്കണത്, എന്നെ പരിചരിക്കുന്നത്, പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ ഉപ്പയാണ്, എന്നെ സ്നേഹിക്കുന്ന ഉപ്പയാണ്. അപ്പോൾ ഉമ്മയോടും ഉപ്പയോടും ഒരു ബന്ധമുണ്ട്. അപ്പോൾ അവരെ അനുസരിക്കുന്ന രീതിയിലായിരിക്കും പോവുക. അപ്പോൾ അവർ അരാജകത്വത്തിലേക്ക് അല്ലെങ്കിൽ തിന്മകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ മിഞ്ഞാന്നൊരു ഒരാളെ എനിക്ക് ഫോൺ വിളിച്ചു. അവരുടെ നാട്ടിൽ എനിക്കൊരു ട്രെയിനിങ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ പറയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായിട്ട് ഉസ്താദ് എന്ന് പറയണമെന്നാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് വിഷയം എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഇൻസ്റ്റയിലൂടെ ഒരു പെൺകുട്ടി പരിചയപ്പെട്ടു, അവൻ എന്ത് ചെയ്തു, പിന്നെ അവസാനം അവൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കുട്ടികൾ സത്യത്തിൽ ആ പ്രണയത്തിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകുന്നതിലൂടെ നമുക്ക് മനസ്സിലപ്പോൾ അതേ സ്ഥലത്ത് ആള് വിഷയം പറയണമെന്ന് പറയാനുള്ള കാരണം 2 ആത്മഹത്യകൾ നടന്നു. 3ാമത്തെ സബ്ജക്റ്റ് വിഷയം മൂപ്പര് പറഞ്ഞത് ഒരു 19 വയസ്സുള്ള ചെക്കൻ 40 വയസ്സുള്ള ഒരു പെണ്ണിനെ പ്രണയിച്ചു എന്നാണ്. 19 വയസ്സുള്ളൊരു പിന്നെ ചെക്കൻ 40 വയസ്സുള്ള ഒരു സ്ത്രീയെ പ്രണയിച്ചു, അവർ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തൊരു കുറ്റമല്ല. പക്ഷേ 20 വയസ്സിന് കുറവുള്ള ഒരാൾ വിവാഹം കഴിക്കുന്ന ഒരു കുറ്റമാണ്. അപ്പോൾ സത്യത്തിൽ അത് അരാജകത്വം ഉണ്ടാവുകയല്ല ചെയ്യുക. അതായത് ആ ആൾ നിയമപരമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നതിലൂടെ അവിടെ ഉണ്ടാകുന്ന കുട്ടി സമൂഹത്തിൽ വഷളാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. കുടുംബം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മതമാണെങ്കിലും ജനാധിപത്യ രാജ്യത്താണെങ്കിലും അതിൻ്റെ നിയമങ്ങളനുസരിച്ചുണ്ടാകുന്നതിലൂടെ വളരെ നല്ലൊരു സമൂഹത്തെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ കുടുംബത്തെ നന്നാക്കുക അല്ലെങ്കിൽ ആ സംസ്കാരത്തെ കുടുംബത്തിൽ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഹോം ഹാർമണിയുടെ വളരെയേറെ പ്രധാന ലക്ഷ്യം. സഫ്വാൻ സാർ പറഞ്ഞതിൽ അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ കുടുംബം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ വളർന്നു വരുന്നുണ്ട്. എന്നാൽ അവിടെ അമേരിക്കയിൽ കുടുംബം വേണം, ഫാദർലെസ് സൊസൈറ്റി ആണല്ലോ കൂടുതലവിടെ. അതിന്ന് മാറ്റം വേണം. ഇതിങ്ങനെ പോയാൽ പറ്റൂല. നമ്മുടെ രീതി അവർ സ്വീകരിച്ചു വരുമ്പോൾ, അവരെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ രീതിക്ക് പോകണം. അപ്പോൾ അതെ, തിരിച്ചു വരുന്ന ആ ഒരവസ്ഥയിൽ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എന്തുകൊണ്ടും പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ഒരുപാട് അധ്യാപകർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അധ്യാപകർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും കാണേണ്ടതുണ്ട് നിങ്ങളുടെ ഈ ഒരു ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ അധ്യാപകർക്ക് നിങ്ങൾ എങ്ങനെ ഒരു പദ്ധതി രൂപീകരിക്കും? അധ്യാപകർ ഡെവലപ്പ് ആവണം എന്നാണ് അധ്യാപകർ ഒന്നുകൂടെ ഡെവലപ്പ് ആവണമല്ലോ. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? ആ പ്രോബ്ലം ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിരുന്നു. ഇപ്പോൾ ബ്രൈറ്റ് ലാബിൻ്റെ പിന്നെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, പ്രൊജക്റ്റുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെയുള്ളൊരു പ്രശ്നം എന്താണ്, കുട്ടികളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. കുട്ടികളുടെ പിന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ വളരെ വീക്കാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇതുവരെ അധ്യാപകർ അഡ്രസ്സ് ചെയ്തിട്ട് തന്നെയല്ലേ. ഇപ്പോൾ ചില ക്ലാസ്സുകളിൽ നമ്മൾ നോക്കാത്ത കുട്ടികൾ എത്ര പേരുണ്ട്. ഒരുപാട് അധ്യാപകർ അങ്ങനെയാണ്, പഠിക്കുന്ന കുട്ടികളെ മാത്രം നന്നായിട്ട് നോക്കുന്ന മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന, ക്ലാസ്സിലെ ഏറ്റവും ടോപ്പായ കുട്ടികളെ നന്നായിട്ട് നോക്കുക, അവരെ നന്നായിട്ട് പഠിപ്പിക്കുക. എന്നാൽ വളരെ പിന്നോട്ടുള്ള ആ കുട്ടിക്ക് നമ്മൾ അവരുടെ അധ്യാപകനായതിൻ്റെ പേരിൽ അവനക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പോൾ ബ്രെഡ് ലാബ് ആണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കുട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് അതാണ്. അധ്യാപകർ ഇതുവരെ മൈൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അധ്യാപകർ വളരെ വീക്കാണ്. എല്ലാ അധ്യാപകരുമല്ല, അധ്യാപകരൊക്കെ നല്ല കഴിവുള്ള അധ്യാപകരുണ്ട്. പക്ഷേ പിന്നെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാതെ പണ്ട് പറഞ്ഞ പോലെ എന്താ പറയുക,
ആ പഠിച്ച പാഠങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറയുന്ന പോലെ അതിനെ മാത്രം ഇങ്ങനെ പാടി നടക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് ശരിയല്ല. അപ്പോൾ അതിനെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് അധ്യാപകർക്ക് കൃത്യമായിട്ടുള്ള പിന്നെ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് AI കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ക്ലാസ് റൂമുകളിൽ എങ്ങനെയൊക്കെ വ്യത്യസ്തമായ മാർഗത്തിൽ അവരെ പഠിപ്പിക്കാൻ കഴിയും. ഓരോ കുട്ടികളുടെയും ഇപ്പോൾ വിഷനറി ഉണ്ടാവും, ഓഡിറ്റർ ഉണ്ടാവും, കെരസ്തറ്റിക് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും. ഈ കുട്ടികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ക്ലാസ് റൂമിനെ മാറ്റിയെടുക്കാം, മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ രീതിയിലുള്ള ഒരു ഇപ്പോൾ AI ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ട്രെയിനിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. അത് ക്ലാസ് റൂമുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ചില കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ക്രീൻ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്ന കുട്ടികളൊക്കെ കൃത്യമായിട്ട് AI ഉപയോഗപ്പെടുത്തിയാൽ ആ കുട്ടികൾ കൂടി നന്നായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ ആ ട്രെയിനിങ്, അതായത് ടീച്ചേഴ്സിന് വേണ്ടി AI ഇൻറ്റഗ്രേറ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് റൂമുകൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ കുട്ടികളെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുമ്പ് എൻ്റെ പിന്നെ വ്യത്യസ്തമായ ബാച്ചുകൾ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ട്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ട്യൂട്ടേഴ്സ് ആദ്യമായിട്ട് ചിലപ്പോൾ അവതരിപ്പിച്ചത് ഞങ്ങൾ ബ്രൈറ്റ് ലാബ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് നമുക്കറിയാം. പക്ഷെ ട്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ എടുക്കാൻ വേണ്ടി മാത്രം വിഭാഗത്തെ കൃത്യമായിട്ട് പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നു. ടീച്ചേഴ്സാണ്, പക്ഷെ അവരെ പിന്നെ ഓൺലൈനിലൂടെ എങ്ങനെ ഇംപ്രസ് ചെയ്യാമെന്നുള്ളത്, എങ്ങനെ കുട്ടികളെ ക്ലാസ് എടുക്കാം, എങ്ങനെ പിന്നെ ട്യൂഷൻ എടുക്കാം എന്ന് കൃത്യമായ ട്രെയിനിങ് കൊടുത്തൊരു ടീമിനെ ഞങ്ങൾ കൊണ്ടുവരുന്നു, ട്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. ഈ ട്യൂട്ടേഴ്സിന് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ടീച്ചേഴ്സുകൾ ഞങ്ങളുടെ ഈ ട്യൂട്ടേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതൊരു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. പിന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർമാർ, എൻജിനീയർമാർ, അങ്ങനെ പല ഫീൽഡിലുള്ള ആളുകൾ, പൈലറ്റ് ആരും ആയിക്കോട്ടെ. അപ്പോൾ ഇവരുടെയൊക്കെ പിന്നിൽ ഒരു ടീച്ചർ ഉണ്ടാവും. അവർക്കൊക്കെ പറയാനായിട്ട് ഒരു ടീച്ചർ ഉണ്ടാവും. അത് സന്തോഷത്തിൻ്റെ കഥ പറയാനായിരിക്കും, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വെറുത്തോർക്കുന്ന ഒരു ടീച്ചറും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്കും ആരുടെ മൈൻഡിൽ ഒരു സ്റ്റിഗ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ട്രോമയായിട്ടൊരു ടീച്ചർ ഇനി ഉണ്ടാവരുത്. ഉണ്ടായിപ്പോയി, ഓക്കെ. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ചാക്കോമാഷി ചിലപ്പോൾ ഉണ്ടാവാം, വടിയെടുത്ത് ഒരു മാത്സ് ടീച്ചർ അല്ലെങ്കിൽ ഒരു മായ ടീച്ചർ ഉണ്ടാവാം, പേടിപ്പെടുത്തുന്ന ഒരു ഭീകരരൂപിയായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാകാം. അപ്പം അങ്ങനെ ഇനി ഒരു സമൂഹത്തിൽ ഉണ്ടാവരുത്. അതാണ് നമുക്ക്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് അത്യാവശ്യമാണ്. സോ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക തന്നെ വേണം. ഒരേ സമയം ഒരു ടീച്ചർ കാർപ്പൻ്റർ ആവണം, എൻജിനീയർ ആവണം, അമ്മയാവണം, ഉപ്പയാവണം. എല്ലാം ഒരു സമയത്തിനുള്ളിൽ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ടീച്ചറിനാവേണ്ടി വരും. ഒരേ സമയം ചിലപ്പോൾ രൗദ്രഭാവത്തിലാവേണ്ടി വരും, അതേസമയം ചെറിയ കുട്ടിയാവേണ്ടി വരും. ഇതൊക്കെ ഒരു ടീച്ചറെ കൊണ്ടേ കഴിയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ആക്ടിങ് അറിയുന്ന ഒരാളായിരിക്കണം ടീച്ചർ. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. ഞാൻ പറഞ്ഞുതരാം. റിട്ടയർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല്, എന്ത് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും, പോലീസ് ആണെന്നുണ്ടെങ്കിൽ അയാൾ റിട്ടയർഡ് ആയി പോയി കഴിഞ്ഞാൽ മുന്നേ പ്രതികാരം തീർക്കാനുള്ളവരൊക്കെ ഒന്ന് തീർത്തു പോവുകയുള്ളൂ. അയാളെ പിന്നെ ആരും സാറേന്നോ ഒന്നും വിളിക്കൂല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന ഒരു കുട്ടിയും നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും കാണുമ്പോ ടീച്ചറെ അല്ലെങ്കിൽ മാഷേ എന്നുള്ള അത് മരണം വരെ അത് പോവുകയാണ്. അതെ, അതെ, അത് വല്ലാത്തൊരു സ്ഥാനം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെയിനുള്ള ഒരു ഏരിയ കൂടെയാണ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? രാവിലെ മുതൽ കുട്ടികളുടെ അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ട് ഒരു കുട്ടിയുടെ മൈൻഡിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിയുടെ മൈൻഡിൽ ഒരു ട്രോമ കൊടുക്കാത്ത ഒരു ടീച്ചറായിട്ട്, ഇപ്പോൾ വീട്ടിൽ പല പ്രശ്നവും ഉണ്ടാകും, ഹസ്ബൻഡായിട്ട് അടി കൂടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ടൊക്കെ അടി കൂടിയിട്ട്, അതെ, ആ പ്രശ്നം ഒരിക്കലും കുഞ്ഞു മക്കൾ എന്ത് പിഴച്ചു. ചിലര് വന്നിട്ട് ഫസ്റ്റ് പീരീഡിനെ കയറി വന്നിട്ട് കുട്ടികളൊന്ന് ജസ്റ്റ് ഷൗട്ട് ചെയ്തതിനൊക്കെ നല്ല അടി കൊടുക്കുക. ഈ കുഞ്ഞു മക്കളെ എന്ത് ചെയ്തു? അവരുടെ പ്രായത്തിൽ അവരങ്ങനെ ഷൗട്ട് ചെയ്യണം, അവരെ ആഘോഷിക്കണം, കുട്ടികളായിട്ട് കാണാൻ കഴിയണം. അതെ. അപ്പൊ അതിനൊക്കെ നമുക്ക് പിന്നെ നാടുകളിലും അങ്ങനെ തന്നെ. ഇപ്പൊ ചില കുട്ടികൾ ഏതെങ്കിലും ഒരു സദസ്സിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ
അങ്ങനെയാടാ ചെയ്യല് ഇങ്ങനെയാടാ ചെയ്യല് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ആ ആള് ഒന്നുമില്ലാത്തവനായി മാറുകയാണ്. മാന്യമായ രീതിയിൽ അവരെ വിളിച്ച് കുട്ടികളെ സ്വഭാവമാണ് കാണിക്കേണ്ടത്. വലിയവരെ പോലെ പക്വതയോടുകൂടി ഒരു കുട്ടീനെ വിളിക്കില്ലല്ലോ, അവരെ കുട്ടീനെ വിളിക്കാൻ പറ്റില്ല. കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് രീതിയിൽ ആ കുട്ടിയുടെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്നവരാ. സത്യത്തിൽ കുട്ടികളുടെ സ്വഭാവം കാണിക്കണില്ലെങ്കിൽ സത്യത്തിൽ പരിശോധിക്കണം, അവിടെയാണ് വിഷയം. അപ്പോൾ അവര് പിന്നെന്ത് ചെയ്യൂല, ഞാൻ പറഞ്ഞതുപോലെ ആ ക്ലാസ് ടൈമിൽ അങ്ങനെ ഒരു വട്ടം അടി കിട്ടിയ കുട്ടി പിന്നെ ആ കുട്ടി ഒരിക്കലും അങ്ങനെ ഒരു ഇതില്ല, അവരുടെ പ്രായത്തിൽ ചെയ്യേണ്ട അവർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രോമ ആവാതെ എല്ലാവർക്കും ഓർക്കുമ്പോൾ നല്ലൊരു ടീച്ചറായി മാറാം. അതിന് നമുക്ക് ട്രെയിനിങ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കുട്ടീനെ നമ്മൾ ഒരുപാട് ചീത്ത പറഞ്ഞു, ഒരുപാട് അടിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരിക്കലും സ്വാഭാവികമായിട്ട് ആ ടീച്ചറോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു സൂസമ്മ ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. സെയിം 4ാം ക്ലാസ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ക്ലാസ് ടീച്ചറായിരുന്നു. എറണാകുളത്താണ് താമസമാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. അവർ എനിക്ക് പെൻസിൽ വാങ്ങിത്തരും, പേന വാങ്ങിത്തരും. അവരൊരു കോട്ടേഴ്സിലാണ് ജീവിച്ചത്, ഞാനൊരു വാടക വീട്ടിൽ താമസിച്ച് വന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതിനപ്പുറം 18 വർഷത്തോളം വാടകയ്ക്ക് നിന്നൊരു മനുഷ്യനാണ്, ഒരു ഫാമിലിയാണ്. കോട്ടേഴ്സിൽ നിന്ന് താമസിച്ചുകൊണ്ട് തന്നെ അടുത്ത റൂമിലായിരുന്നു ഈ സൂസമ്മ ടീച്ചർ. എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്ത റൂമിലായിരുന്നു. അപ്പോൾ അവർ സ്കൂൾക്ക് പോകുമ്പോഴാണ് ഞാനും കൂടെ പോവുക. അവരെ കൈ പിടിച്ചാണ് പോവുക. അവരുടെ മകളുണ്ടായിരുന്നു, ചെറിയ മകള്, അവരോട് കൂടിയിട്ടാണ് പോവുക. പെൻസിൽ വാങ്ങിത്തരും, പേന വാങ്ങിത്തരും, അതുപോലെ തന്നെ എറേസർ വാങ്ങിത്തരും. അങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് മനോഹരമായിട്ട് പരിചരണം തന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ മലയാളവും കൃത്യമായിട്ട് കണക്കും എല്ലാം കൃത്യമായിട്ട് പഠിച്ചത്. പിന്നെ വായിക്കാൻ നന്നായിട്ടൊക്കെ പഠിച്ചത് 4ാം ക്ലാസ് മുതൽ കൃത്യമായിട്ട് വായിക്കാൻ അറിയാം. എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ ആ ഫൗണ്ടേഷൻ കിട്ടാനുള്ള പ്രധാന ഒരു കാരണക്കാരിയാണ് എൻ്റെ ഈ സുസമ്മ ടീച്ചർ. അല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പല ആളുകൾക്കും ഉണ്ടാവും. നമ്മള് കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഉള്ളതിനേക്കാൾ ഒരു അമ്മയെക്കാളും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത്. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ സ്കൂളിലാണ് അല്ലെ. ആ ഒരു സമയത്ത് ശരിക്കും ആ ടീച്ചേഴ്സിന് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞാൽ കുട്ടിയുടെ ഉള്ളിൽ മനസ്സിനെ അറിഞ്ഞ് കീഴടക്കി നമ്മൾ സംസാരിക്കാൻ ഇടപെട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അതിലാണ് നമ്മുടെ അധ്യാപനത്തിലെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ടാണ് സത്യത്തിൽ ബ്രൈറ്റ് ലാബ് എന്താണ് ടീച്ചേഴ്സിനെ വളരെ മനോഹരമായിട്ട് സൈക്കോളജിക്കലായിട്ട് കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള ടീച്ചേഴ്സിനെ വളർത്തിയെടുക്കണം എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ആരംഭിച്ചത്. ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിൽ നിന്ന് ഡയമണ്ട് കണ്ടെത്തി കൊടുക്കുക, ടീച്ചറിനെ ഡയമണ്ട് ആക്കി മാറ്റുക, അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ടീച്ചേഴ്സ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും ട്രെയിനേഴ്സ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും. ട്രെയിനേഴ്സ് ട്രെയിനിങ് മൂപ്പര് പറഞ്ഞത്, അതായത് ടീച്ചേഴ്സിനെ ഞങ്ങൾ വാർത്തെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അങ്ങനെ മനസ്സിലായത് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആളാണ്. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ ആൾ വേണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആൾ വേണം. ഇപ്പോൾ ഹോം ഹാർമണി ആണെങ്കിൽ ഫാമിലിയിൽ ഇടപെടുന്ന അങ്ങനത്തെ കൺസെപ്റ്റുള്ള ട്രെയിനേഴ്സ് വേണം. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കൺസെപ്റ്റാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്. ടീച്ചേഴ്സിനെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലേക്ക് ഒരു മാറ്റം ഒക്കെ പുതിയ, അതൊക്കെ സത്യത്തിൽ ഒരു ഞങ്ങളുടെ പിന്നെ കൂട്ടായ ഒരു ബ്രൈറ്റ് ലാബ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഹബിന്റെ 4 ആളുകളുടെ വ്യക്തികളുടെ, റാഷിദ്, അതുപോലെ തന്നെ ജസീക്ക്, അതുപോലെ തന്നെ പിന്നെ യൂനിസ്, അതുപോലെ തന്നെ എന്തൊക്കെ 4 പേരുടെ ഒരു കൂട്ടായ പ്രവർത്തനം സത്യത്തിൽ ബ്രൈറ്റ് ലാബിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു കൂട്ടത്തെ ടോപ്പായിട്ടുള്ള വിഷൻ ഞങ്ങൾക്ക് മിഷനൊക്കെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ ഇന്നലെ റാഷിദ് സാറ് പറഞ്ഞ പോലെ നല്ലൊരു മിഷനൊക്കെ ഞങ്ങൾക്കുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് എന്തായാലും എത്തും.